ഒരു സ്നേഹമുള്ള ഉടുമ്പാണ്. മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഗൗരവത്തിൽ കേൾക്കേണ്ട വിഷയമാണ്. ഉടുമ്പ് പറയുന്നു, അൻത റസൂലു റബ്ബിൽ ആലമീൻ വഖാതിമുൻ നബിയ്യീൻ വഖദ് അഫ്ലഹ മൻ സ്വദ്ദഖക വഖാബ മൻ കദ്ദബക. നബിയേ, അങ്ങ് ലോകത്തിന്റെ റസൂലാണ്, അങ്ങ് അന്ത്യപ്രവാചകരാണ്. അങ്ങയെ വിശ്വസിച്ചവർ വിജയീഷുവാണ്, അങ്ങയെ തിരസ്കരിച്ചവർ പരാജയം നേടിയവരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് വിളിച്ചിട്ട് മൗലൂദ് ചൊല്ലുകയാണ്. പറയുന്നത് ഉടുമ്പാണ്. അലാ യാ റസൂലല്ലാഹി ഇന്നക സ്വാദിഖുൽ ഫബൂരിക്ത മഹദിയൽ വബൂരിക്ത ഹാദിയാ ശഹറത ലനാ ദീനൽ حنيفات بعدما عبدنا كأمثال حمير الطواغيا. ഒരുപാട് 5-6 വരി അങ്ങ് പാടുന്നു, മഹാന്മാർ എഴുതി വെക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഉടുമ്പിനറിയാം സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. ആ ഉടുമ്പ് പോലും മൗലൂദ് ചൊല്ലുന്നുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളോട് പറയുന്നത്, ഉടുമ്പും റസൂലുള്ളാഹിനെ ഏറ്റെടുത്തു, സിംഹം ഏറ്റെടുത്തിട്ടുണ്ട്, എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തിനധികം പറയണം, അള്ളാന്റെ ഹബീബ് പഴയ മിമ്പറങ്ങ് മാറ്റിയപ്പോ അതേ ഈന്തപ്പനയുടെ ഓല മടലങ്ങ് കരയുന്നു. എന്താണതിന്റെ സങ്കടം? ഇനി എന്റെ ഹബീബ് എന്നെ ചവിട്ടില്ലല്ലോ, എന്നെ സ്വീകരിക്കില്ലല്ലോ എന്ന ബേജാറാണ്. ഓ മുഅ്മിനീങ്ങളെ, അള്ളാന്റെ ഹബീബ് കയ്യിലങ്ങ് കല്ലെടുത്ത സമയത്ത് ആ കല്ലിന് മൃദുത്വം വരുന്നു. അള്ളാന്റെ ഹബീബിനെ പ്രണയിച്ച പാറയെ പറ്റി അറിയുമോ? റസൂലുള്ളാഹി തല ചായിച്ചിട്ട് കിടന്നപ്പോ പാറയങ്ങ് സോഫ്റ്റായി കൊടുക്കുന്നു. പാറ ചിന്തിക്കുന്നത് എന്താ? ഇത് എന്റെ ഹബീബിന്റെ തലയാണ്, ഈ തലക്ക് മുറിവ് പറ്റാൻ പാടില്ല, എന്റെ ഹബീബിന് വേദന വരാൻ പാടില്ല. പാറക്കറിയാം മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും അല്ലാഹുവിന്റെ ഹബീബിനെ അറിയാം. ആർക്കാ പിന്നെ അറിയാത്തത്? അത് നമ്മളെ നഫ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. അല്ലാഹ്ക്കറിയാം, അള്ളാന്റെ സൃഷ്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഹബീബായ നബി തങ്ങൾ മദീനയുടെ വഴിത്താരയിലൂടെ നടന്നു പോകുമ്പോൾ അള്ളാന്റെ ഹബീബിനോട് സലാം പറയാൻ വേണ്ടി തല്ലുകൂടുന്ന കല്ലുകളെ കാണാം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിനെ വിളിച്ചു, വാ, ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴേക്ക് തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. മുത്തുനബി വിളിക്കുമ്പോൾ ഉത്തരം നൽകാത്തവരാരായിട്ടു നമ്മളെന്നുള്ളൂ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ വസ്തുക്കളും ഹബീബായ നബി തങ്ങൾക്കുള്ളതാണ്, റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിന് വേണ്ടിയുള്ളതാണ്, റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ പറഞ്ഞത്, നമ്മുടെ ഖൽബിലും റസൂലുള്ളാഹി ഉണ്ടാകണം. അനാവശ്യമായ വൃത്തികേടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഉമ്മമാരെ, ധാരാവായിൽ നിന്ന് മാറി നിൽക്കണം. വൃത്തികെട്ട ഫിലിമിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഞാൻ എന്താണിത് പറയാൻ കാരണം? അള്ളാന്റെ ഹബീബിനെ കൂടാതെ നമുക്ക് രക്ഷയില്ല. റസൂലുള്ളാഹി കൂടെ ഉണ്ടെങ്കിലാണ് വിജയമുള്ളത്. എനിക്ക് നിങ്ങളോട് വഅദ് പറയാനേ കഴിയൂ. ഇതുപോലെ പറഞ്ഞതുപോലെ അള്ളാന്റെ ഹബീബിനെ ആത്മാർത്ഥമായി പ്രണയിക്കാനുള്ള വിശാല മനസ്കതയൊന്നും സാധുവായി എനിക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മഹാന്മാരൊക്കെ പറഞ്ഞത് കാണുമ്പോ, അവരുടെയൊക്കെ കൽബിൽ ഇങ്ങനെ നിറഞ്ഞത് കാണുമ്പോ, അറിയാതെ നമ്മുടെ മനസ്സിലും അള്ളാന്റെ ഹബീബ് ഉണ്ടാകണം.
ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് സംഭവം നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും റസൂലുള്ളാഹിനെ എനിക്ക് കാണണമെന്ന് ആത്മാർത്ഥമായി ആലോചിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി എനിക്ക് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഞാൻ 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. എല്ലാ മുഅ്മിനീങ്ങളും എഴുന്നേറ്റ് വേദിയുടെ മുമ്പിലേക്ക് വരിക. എന്തിനാണ്? നിങ്ങളോടൊരു 3 ഹോംവർക്ക് ചോദിക്കാനാണ്, വേറെ ഒന്നുമില്ല. ഒരു 3 ഹോംവർക്ക് നിങ്ങൾക്ക് റെഡിയുണ്ടോ എന്ന് ചോദിക്കാൻ. എല്ലാ മുഅ്മിനീങ്ങളും എഴുന്നേറ്റ് വരിക. ചെറിയൊരു കാര്യം ചോദിക്കാൻ. പേടിക്കേണ്ട, പൈസ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ അത് വിചാരിച്ചിട്ട് വരാതിരിക്കും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും കാരണക്കാരായ മുഹമ്മദ് റസൂലുള്ളാഹി, എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് ചെറുപ്പക്കാരൊക്കെ വളരെ ആവേശത്തോടുകൂടി അല്ലേ. ഞാനിപ്പോൾ ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? നമുക്കും ആവണ്ടേ ആ പാമ്പിനെ പോലെ, നമുക്കും ആവണ്ടേ ആ സിംഹത്തെ പോലെ. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് അയച്ചിട്ടുണ്ട്. അത് തലയിട്ട് നോക്കാനുള്ളതല്ല, കിണറ്റിൽ വെള്ളം കോരാൻ പറ്റുമോ നോക്കാനുള്ള നല്ല പൈസ കൊടുക്കാനാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നല്ല പൈസ കൊടുക്കുന്ന പെണ്ണുങ്ങളാക്കി തരട്ടെ. ഇതിവിടെയൊക്കെ സ്പേസ് ഉണ്ട്, കുറച്ചും കൂടെ മുന്നോട്ട് വരിക. പേടിക്കണ്ട, നിങ്ങൾ പൈസ എന്ന് പേടിച്ചോ, പേടിക്കണ്ട. ആ പൈസയൊക്കെ ലാസ്റ്റേ ചോദിക്കും. നിങ്ങളുടെ മുമ്പോട്ട് വരി, ഇവിടെ സ്പേസ് ഉണ്ട്, നല്ലോണം വരി. അല്ലാഹു തആല നമ്മെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കട്ടെ. കുറച്ചും കൂടെ മുന്നോട്ട് വരി. നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് നേരം നമ്മളെ ഖൽബ് റസൂലുള്ളാഹിയിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്കും കാണണം എൻ്റെ ഹബീബ്, ഉറക്കെ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരാലോചന വന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എനിക്ക് ചിലപ്പോൾ നിങ്ങളെ കാരണം കൊണ്ട് നന്നാവാൻ പറ്റും. നിങ്ങളിൽ ഒരാൾക്ക് എൻ്റെ ഹബീബിനെ എനിക്ക് വേണമെന്ന് തോന്നലുണ്ടായാൽ, ഞാൻ ഒറ്റ ചോദ്യം ജീവിതത്തിൽ എനിക്കും ആ റസൂൽ, ഞാൻ റസൂലുള്ളാഹിന്റെ ഗ്ലാമറിനെ പറ്റി പറഞ്ഞില്ല, റസൂലുള്ളാഹിന്റെ ചന്തത്തെ പറ്റി പറഞ്ഞില്ല. ഹബീബായ നബി തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയേണ്ട കാര്യമില്ല. അത്രക്കും ഗ്ലാമറാണ്, ഭയങ്കര. നമ്മൾ പറയില്ല എന്തൊരു ചരക്കാടോന്ന് പറയില്ലേ, അതുപോലെയാണ് മുഹമ്മദ് മുസ്തഫ. सबसे अला व औला हमारा नबी, दोनों आलम के दूल्हा हमारा नबी. മഹാന്മാരങ്ങ് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞപ്പോ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. അത്രത്തോളം ഗ്ലാമറുള്ള സൂപ്പർ സ്റ്റാറിനെ കാണാൻ പറ്റൂല. റസൂലുള്ളാഹിയോളം ചന്തമുള്ള സൂപ്പർ സ്റ്റാർ വരൂല്ല. അല്ലാഹുവിന്റെ ഹബീബിനോളം ചന്തമുള്ള ഒന്നുമില്ല. ശബീഹു കബദ്റുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിൻ മാഇൽ മലാഹതി അസ്ഗറു. ഈ കാണുന്ന രാത്രികളിൽ, റബീഉൽ അവ്വലിന്റെ രാത്രിയുടെ യാമങ്ങളിൽ ആകാശത്തെ ഭംഗിയാക്കിക്കൊണ്ട് നിൽക്കുന്ന 14-ാം രാവിലുദിക്കുന്ന ചന്ദ്രനല്ലേ ഇന്നുള്ളത്. ആ ചന്ദ്രനെ ഒന്ന് നിങ്ങളൊന്ന് നോക്കൂ. മലഹറിൽ നിന്ന് വേണൂരിലേക്ക് വരുന്ന വഴിക്ക് നേത്രാവതി പഴയ പുഴയുടെ കുറുകയങ്ങ് കടക്കുമ്പോ, വിശാലമായ ആകാശത്തേക്ക് നോക്കുമ്പോ ചന്തമുള്ള ചന്ദ്രയങ്ങ് കാണുമ്പോ, ഞാൻ കൂടെയുള്ള മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു, ആകാശത്തിന് വല്ലാത്ത ചന്തമാണ്. ആ ആകാശത്ത് ചന്ദ്രനും കൂടിയാകുമ്പോ എന്തൊരു ഗ്ലാമറാണ്, വല്ലാത്ത റാഹത്താണ്. പക്ഷേ ലോകത്തിന്റെ നേതാവിനെ പറ്റി, ഈ ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ പരമാവധിയെ പറ്റി മഹാന്മാര് പറയുന്നത് ശബീഹു കബദ്റുൽ ലൈലി ബൽ അൻത അൻവറു. അങ്ങയുടെ മുഖമാണെങ്കിലോ, അങ്ങയുടെ ചന്തമാണെങ്കിലോ, അങ്ങയുടെ ഗ്ലാമർ ആണെങ്കിലോ 14-ാം രാവിലുദിക്കുന്ന ചന്ദ്രനേക്കാളും ചന്തമാണ് നബിയേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞത്, ഫമാ വലദത് ഹവ്വാഉ മിൻ സുൽബി ആദമി വലാ ഫീ ജിനാനിൽ ഖുൽദി മിസ്ലുക ആഖറു. അല്ലാഹുവിന്റെ ഹബീബിനോളം ചന്തമുള്ള ഒറ്റ മകനെയും ഒരു ഉമ്മയും പ്രസവിച്ചില്ല. മുഖക്കുരു വരൂല്ല.
മുഖത്ത് ചതവ് വരൂല്ല, വയസ്സാകുമ്പോ ചുളിവ് വരൂല്ല, ഒരു കറ പോലും വരൂല്ല. കാണുമ്പോഴേക്ക് നമ്മളൊക്കെ അന്താളിച്ചു പോകുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മഹാൻ അള്ളാന്റെ ഹബീബിനെ അങ്ങ് കിനാവ് കണ്ടപ്പോ സുഹൃത്തുക്കളായ ശിഷ്യന്മാര് ചോദിച്ചു, എങ്ങനെയുണ്ട് ഹബീബിന്റെ മുഖം? പറഞ്ഞ ഉത്തരം ഇതാണ്, ഞാൻ എൻ്റെ ഹബീബിന്റെ മുഖം നോക്കിയിട്ടില്ല, അത് നോക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത്രക്കും വലിയ ഗ്ലാമറിന്റെ ഉടമയാണ്. പ്രകാശമങ്ങ് പരന്നപ്പോ ആ മുഖം നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, എനിക്കതിന് സാധിച്ചിട്ടില്ല. മഹാന്മാരൊക്കെ പറഞ്ഞത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, അള്ളാന്റെ ഹബീബിന്റെ മുഖമങ്ങ് കാണുമ്പോ സൂര്യൻ ഇങ്ങനെ കറങ്ങുന്ന പോലെയാണ്. ഈ ഗ്ലാമർ വേണ്ടാന്ന് പറയാൻ ചെറുപ്പക്കാരാ നിനക്ക് പറ്റുമോ? അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. എന്തൊരു ചന്തമുള്ള ഗ്ലാമറിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ. നമുക്കും കാണണ്ടേ ആ മുഖം? വേണ്ടേ? നിങ്ങൾ കൽബിനോടൊന്ന് ചോദിച്ചു നോക്കി. ഇത് പറയാൻ വിനീതനായ ഞാൻ ഒരു നിലക്കും പറയാനല്ല, പക്ഷേ മഹാന്മാരൊക്കെ അത് വിശദീകരിച്ചപ്പോ റസൂലുള്ളാഹിനെ കാണാത്ത മനുഷ്യനായി അവിടുത്തെ ഉമ്മത്തായി നമ്മൾ നിൽക്കുന്നത് എന്തിനാണ്? അതൊരാഗ്രഹല്ലേ? എൻ്റെ ഉപ്പാനെ കാണാൻ, എൻ്റെ ഉമ്മായെ കാണാൻ, നമ്മുടെ സഹോദരന്മാർ നാം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരനെ കാണാൻ നാം എത്ര കരഞ്ഞിട്ടുണ്ട്. ഉമ്മമാരെ, ധാരാവായി കണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണാണെങ്കിൽ ആ കണ്ണിലേക്ക് മുത്തുനബി വരൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയ്, എനിക്ക് ധാരാവായി മതി, എനിക്ക് അന്യ പെണ്ണിന്റെ ചന്തം മതി, എനിക്ക് അവളോടുള്ള ചാറ്റിങ് മതി, എന്റെ ഹബീബിനെ എനിക്ക് വേണ്ടാന്ന് പറയാൻ, ധൈര്യത്തോടെ പറയാൻ, ആണത്തത്തോടെ പറയാൻ, നെഞ്ചുകൊടുക്കോടെ പറയാൻ ഈമാനുള്ള വിശ്വാസികളിൽ ആർക്കെങ്കിലും പറ്റുമോ? എനിക്ക് ഈ ഗ്ലാമർ വേണ്ടാന്ന് പറയാൻ? എന്തൊരു ചന്തമാണത്! സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും, ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശിഫയിൽ ഉദ്ധരിക്കുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ മുമ്പിലങ്ങ് സ്വഹാബത്തെ ഇരുന്നാൽ, അവരെ ശരീരത്തിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷിക്ക് പാറേണ്ടി വരില്ല, അത്രക്കും സൂക്ഷ്മമാണെന്ന് മഹാന്മാർ എഴുതി വെക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അത്തരമൊരു സന്ദർഭം നമുക്കും തരട്ടെ, റസൂലുള്ളാഹിന്റെ ആശിഖീങ്ങളിൽ പെടുത്തട്ടെ. വേറെ ചെറിയ മക്കളോടൊക്കെ പറയാനുള്ളത്, നമ്മളെ ഇപ്പോഴെന്നെ റസൂൽ മദീന മദീന എന്നുള്ള ചിന്ത നമ്മുടെ കൽബിൽ നിറക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളിങ്ങനെ എല്ലാ കൊല്ലം വയല് നടക്കുന്നു, വയല് നമ്മൾ പറയുന്നു, ജീവിതത്തിലൊരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ വയല് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വയല് കേട്ടിട്ട് കാര്യമുണ്ടോ? എനിക്ക് നിങ്ങളോട് ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ, ഒരു രാത്രി ജീവിതത്തിൽ ഒരു രാത്രി ഒളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് പടച്ചോനോട് കരഞ്ഞിട്ട് പറയണം, പടച്ചോനെ എനിക്കും എൻ്റെ ഹബീബിനെ കാണണം, ഒന്ന് തരുമോ നബിയെ എന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നമുക്കൊന്ന് ചോദിച്ചൂടെ? ജീവിതത്തിൽ ഒരു വട്ടം ഒന്ന് ആഗ്രഹിച്ചു, ഇതൊരാഗ്രഹമാണ്, കാണിച്ചതിൽ പടച്ചോൻ്റെതാണ്. ആ ആഗ്രഹം പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല, ആ ആഗ്രഹം പോലും നമ്മളെ മനസ്സിലേക്ക് വന്നിട്ടില്ല. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കൊട്ടാര കവിയായി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് സാധാരണക്കാരനായ ഒരാൾ വന്നിട്ട് ചോദിക്കുന്ന, ബൂസൂരി നിങ്ങൾ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇമാം ബൂസൂരി പറഞ്ഞു, ഏയ് കണ്ടിട്ടില്ല. ബൂസൂരി ഇമാമിന് ഭയങ്കര ടെൻഷനായി. റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വന്നല്ലോ, റസൂലുള്ളാഹിനെ കാണാത്ത ഞാൻ പിന്നെ എന്തിനാ? ടെൻഷനായി. രാത്രി അങ്ങ് കരഞ്ഞു, ഒരുപാട് കരഞ്ഞിട്ട് അള്ളാന്റെ ഹബീബിനെ അങ്ങ് വിളിച്ചപ്പോ രാത്രി അതാ വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. വിളിച്ചാൽ നമ്മുടെ അപ്പുറത്ത് തന്നെ ഉണ്ടാവും. നമുക്കൊന്ന് വിളിച്ചൂടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഇൻഷാ അല്ലാഹ് അല്ലേ? നിങ്ങളെ ഖൽബ് അതിന് റെഡിയാണ്. വെറുതെ എങ്ങനെ പറഞ്ഞാൽ വെറുതെ പോരാ. നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ഒരു പ്ലഡ്ജ് ചെയ്യണം, നമുക്കും അതിൻ്റെ ഒരാളാണ്. എന്താ ആയാൽ
അല്ലേ? എത്ര പേരാണ് ധോണിക്ക് വേണ്ടി വാദിക്കുന്നത്? എത്ര പേരാണ് സച്ചിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത്? എത്ര പേരാണ് ക്രിക്കറ്റിന് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളാക്കിയ, നിങ്ങൾക്ക് സൗകര്യം തന്ന, നിങ്ങൾക്ക് വാപ്പനെ തന്ന, നിങ്ങൾക്ക് ഉമ്മനെ തന്ന, നിങ്ങൾക്ക് ഈ ലോകം തന്നെ എല്ലാം സൗന്ദര്യത്തോടുകൂടെ ഒരുക്കി തന്ന ജഗന്നിയന്താവിൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ ഓർക്കാൻ ഒരു സമയം നിങ്ങൾക്ക് ചെലവഴിച്ചൂടെ? ഉമ്മമാർക്ക് ധൈര്യമുണ്ടോ? എനിക്ക് എന്റെ ഹബീബാണ് വേണ്ടത്, ധാരാവായിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ സർവാൽപന സന്നദ്ധനാണ് എന്ന് പറയാൻ ഉമ്മ നിങ്ങൾക്ക് പറ്റോ? നിങ്ങൾ എപ്പോഴാണോ ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നത്, അന്ന് മാത്രമേ നിങ്ങൾ മുത്തുനബിന്റെ ആളാവുള്ളൂ. ഞാൻ നിങ്ങളോട് ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞില്ല, നഫീസ ബീവിയെ കുറിച്ച് പറഞ്ഞില്ല, ഖദീജ ബീവിയെ എമ്പാടും പറയാണ്ട്. എന്താ പറയാത്തത്? നമ്മളിങ്ങനെ പറയും, ഉസ്താദെ നന്നാവണം, സ്വർഗത്ത് പോകണം. ഇതെങ്ങനെയാ സ്വർഗത്ത് പോവാ? ആ ഫാത്തിമ ചോയ്ക്കൂലേ ഓളെന്തിനാ സ്വർഗത്ത് കിടത്തിയത്? ഖദീജ ചോയ്ക്കൂലേ ഓളെന്തിനാ സ്വർഗത്ത് കിടത്തിയത്? ആ കടത്തണമെങ്കിൽ നമുക്കൊന്ന് ക്വാളിറ്റി വേണ്ട കൂട്ടുകാരെ, ഒരു ക്വാളിറ്റി വേണം. എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? നമ്മളെ കണ്ണ് ശുദ്ധാണോ? ആണോ? നിങ്ങൾ പറയും. ഹറാമ് കാണാത്ത കണ്ണാ നമ്മുടേത്? അല്ല. ഹറാമ് കേൾക്കാത്ത ചെവിയാ നമ്മുടേത്? പിന്നെ എങ്ങനെയാ നമ്മളെ കൽബിലേക്ക് റസൂലുള്ള വരിക? ഫ്രീ ആയിട്ട് വരേണ്ടി വരും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതൊരു അവസരത്തിൽ അത് പറയാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് ഒരു 3 കാര്യം പറയാണ്. റസൂലുള്ളാഹിന്റെ മദീന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമാവണം. നമ്മുടെ വീടുകളിലൊക്കെ മഗ്‌രിബിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കണ്ടവരാരെങ്കിലും ഇതിലുണ്ടോ എന്ന് കൈവൊക്കെ. മുമ്പർക്ക് നേരത്തെ പോയവർ മാഷാ അല്ലാഹ്, 1 ആൾ 2 ആൾ 3 ആൾ 4 ആൾ 5 6 ആൾ 7 ആൾ, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ കൂടുതൽ ആളുകളും പോകാത്തവരാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പോകാനുള്ള പൂതിയുണ്ടോ? ഉണ്ടോ? ഉണ്ട്, ഒരുമാതിരി ഉണ്ട്. ഉറച്ചിട്ട് എന്തായാലും പോയേ പറ്റുന്നുണ്ടോ? മംഗലാപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് കാറക്കളെത്തണം എന്ന് പറഞ്ഞാൽ നടക്കോ? ഒരാൾ പോരേന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്, ബസ്സിലൊന്നും കയറാതെ പുരയിൽ കുച്ചില് പല ഇട്ടിട്ട് എനിക്കിപ്പം മംഗലാപുരത്ത് എത്തണം എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് വേണ്ടി ഒന്നും ചെയ്യാതെ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? പൈസ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് എത്താം. എന്താ, നിങ്ങൾ റെഡിയാണോ? ഉറക്കെ പറയും, ഒന്നുകൂടി ഉറക്കെ പറയും. തണുപ്പ് വന്നോ? ഇല്ല. മാഷാ അല്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പം അതിനൊരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ചെറിയൊരു ഹോംവർക്ക്. സാധാരണ ഈ 2-3 വർഷത്തിനിടയിൽ എല്ലാ വേദിയിലും ഈ പരിസരത്ത് എവിടെ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞൊരു സംഭവം നിങ്ങളോടും പറയാം. ഇത് ഖുർആനിലും ഹദീസിലുണ്ടോയെന്നൊന്നും ചോദിക്കരുത്, അതൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് റസൂലുള്ളാഹിനെ മറക്കാതിരിക്കാൻ, അവിടുത്തെ മദീനയെ വിസ്മരിക്കാതിരിക്കാൻ, ഹബീബായ നബി തങ്ങളുടെ മദീനയെക്കുറിച്ച് വല്ലാതെ ആലോചിക്കാൻ. ലോകത്തെ ഏറ്റവും ഗ്ലാമറസ് ലാൻഡ്സ്കേപ്പ് എവിടെയാന്ന് ചോദിച്ചാൽ എന്താ മക്കളെ, നിങ്ങൾ എന്താ മറുപടി പറയാ? ഊട്ടിയാ ആണോ? കശ്മീരാണോ? ബാംഗ്ലൂരിലെ ലാൽബാഗാണോ? മൈസൂരിലെ വൃന്ദാവനാണോ? അല്ല. എവിടെയാ? അൽ-മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. ലോകത്തെ ഏറ്റവും സുന്ദരമായ ബ്യൂട്ടിഫുൾ സിറ്റി അത് മദീനയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ലൗ കാനൂ യഅലമൂൻ. പടച്ചോനെ, എൻ്റെ കുട്ടികൾ ഇത് അറിയാതെ പോയല്ലോ. അത്രത്തോളം ചന്തമുള്ള നാട് ലോകത്തില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ. അല്ലേ? അത് കാണണമെന്ന് നമ്മൾ കൊതിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്ത് ഗ്ലാമർ ഉള്ളത്? അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ മദീന 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 മദീന. മഹാന്മാര് മുഴുവനും മദീനയെ കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോഴ് അല്ലേ, ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയം ഏതാണെന്ന് ചോദിച്ചാൽ അത് മദീനയാണെന്ന് പഠിപ്പിച്ചതാരാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ മണ്ണിലൂടെ കുതിരപ്പുറത്ത് കയറി ഞാൻ സഞ്ചരിക്കില്ല എന്ന് പഠിപ്പിച്ചതാരാ? സയ്യിദുനാ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ ലൈത്തമി റളിയല്ലാഹു അൻഹു കേരളത്തിലും കർണാടക എന്നല്ല ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ മഹാനവറുകൾ പറഞ്ഞു, നിസ്കാരത്തിന് ശേഷം നമ്മൾ തിരിയേണ്ടത്, ഇമാമ് തിരിയേണ്ടത് വലതുഭാഗത്തേക്കാണ്. അല്ലേ? വലതുഭാഗത്തേക്കാണ് തിരിയേണ്ടത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം റംലി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, മദീനത്തെ പള്ളിയിൽ പോയാൽ നിസ്കാര ശേഷം നിങ്ങൾ വലതുഭാഗത്തേക്ക് തിരിയരുത്. വലതുഭാഗത്തേക്ക് തിരിയുമ്പോൾ നമ്മുടെ ബാക്ക് ഭാഗം റൗളയുടെ ഭാഗത്തേക്ക് വരും. അതുകൊണ്ട് മദീനത്ത് നേരെ തിരിച്ചാണ് തിരിയേണ്ടത് എന്ന് പറഞ്ഞു. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, അല്ല,
മദീനത്ത് പോയാലും വലതുഭാഗത്തേക്ക് എന്നെ തിരിയണമെന്ന് പറഞ്ഞു. ഇബ്നു ഹജർ മക്കയിലും മദീനയിലും പോയപ്പോ അവിടുത്തെ ഉലമാക്കൾ ഇബ്നു ഹജർ തങ്ങളെ ഇമാമത്തായി നിസ്കരിപ്പിച്ചു. ഇബ്നു ഹജർ തങ്ങളെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി. ഇബ്നു ഹജർ തങ്ങൾ എഴുതി വെച്ചത് എന്താ? വലതുഭാഗത്തേക്ക് തിരിയണമെന്നാണ് എഴുതി വെച്ചത്. ഇബ്നു ഹജർ തിരിയാൻ പറ്റുന്നില്ല വലതുഭാഗത്തേക്ക്. ഇബ്നു ഹജർ തങ്ങൾ ഇടതുഭാഗത്തേക്ക് എന്നെ തിരിഞ്ഞു. നിസ്കാരം ചോദിച്ചിട്ട് ആൾക്കാർ ചോദിച്ചു, അല്ല നിങ്ങളല്ലേ വലതുഭാഗത്തേക്ക് തിരിയണമെന്ന് പറഞ്ഞത്, നിങ്ങൾ എന്താ ഇവിടെ വന്നിട്ടാകുമ്പോ നിങ്ങൾ നിലപാട് മാറ്റിയത്? അപ്പോഴാണ് ഇബ്നു ഹജർ പറഞ്ഞത്, ഹാദൽ അമൽ ദാക്കൽ ഖൗൽ, ഞാൻ ആ പറഞ്ഞത് മസലയാണ്, ഇത് മഹബത്തിന്റെ പ്രവർത്തനമാണ്. ഏത് മനസ്സിനാണ് അള്ളാന്റെ ഹബീബിലേക്ക് പുറംതിരിഞ്ഞു നിന്ന് നിൽക്കാൻ കഴിയുക എന്ന് മഹാനായ സയ്യിദുന ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സമഖ്ശരി ഇമാമിനെ പറ്റി പറയുമ്പോൾ റളിയല്ലാഹു അൻഹു അങ്ങനെ സാധാരണ പറയാറില്ല. എന്തുകൊണ്ടാ കാരണം? സമഖ്ശരി ഇമാം ലോക പ്രസിദ്ധ പണ്ഡിതനാണ്. എന്നിട്ടും സമഖ്ശരിക്ക് ഒരു പ്രത്യേക സ്ഥാനക്കുറവ് പണ്ഡിതർക്കിടയിലുണ്ട്. കാരണം എന്താ? സമഖ്ശരി ഒരിക്കൽ പറഞ്ഞു, അള്ളാന്റെ ഹബീബിനേക്കാളും പവർ ജിബ്രീലിനാണ്. അങ്ങനെ ഉണ്ടാവൂല, മുത്ത് നബിയേക്കാളും പവർ ജിബ്രീലിനെന്ന് പറഞ്ഞ സമഖ്ശരിയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കി, ഞങ്ങൾ ബാക്കിയുള്ളവരെ പറ്റി തർളിയത്ത് പറയാമെന്ന് പറഞ്ഞു. മുത്തുനബിക്ക് എവിടെയും സ്ഥാന. നിങ്ങൾ മദീനത്ത് പോയി കച്ചറ കൂടിയാൽ ഓനെ അടിച്ചു പുറത്താക്കണമെന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉള്ളത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരെ തൊട്ട് കളിക്കാൻ പാടില്ല. എന്താ കാരണം? മദീന ആരുടെ മണ്ണാ? മുഹമ്മദ് മുസ്തഫയുടെ മണ്ണാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മദീനത്തെ പറവകൾ, അവിടുത്തെ മുറ്റത്ത് പാറിക്കളയ്ക്കുന്ന ഒരുപാട് പ്രാവുകളെ പോയെന്നവർക്കൊക്കെ കാണാൻ പറ്റും. ആ പ്രാവുകൾക്ക് അല്പം അരിമണികൾ ഇട്ട് കൊടുക്കുന്നത് പോലും ഹബീബിന് വല്ലാത്ത ഇഷ്ടമാണെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ ചെയ്യണം. 10 റുപ്യക്ക് ഒരു ബോക്സ് വാങ്ങിയാൽ മതി. 10 റുപ്യക്ക് ചെറിയൊരു ബോക്സ് പൈസ ഇടുന്ന, നിങ്ങൾ എന്താ പറയുക, ആളൂന്നാ എന്താ പറയല്, ചെറിയ തുറക്കാം, ഡബ്ബി. യെസ്, അത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയൽ, ഡബ്ബി. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ചൂടാവുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അത് പറയാത്തത്. അപ്പോൾ ഈ ഡബ്ബി എന്ന് പറഞ്ഞ സാധനം അത് വാങ്ങാം. അത് വാങ്ങിയിട്ട് എൻ്റെ പുറത്ത് എൻ്റെ മദീന യാത്ര ഒന്ന് ഒട്ടിക്കൽ എഴുതിയിട്ട് ഒട്ടിക്കുക, എന്ത് വേണം ചെയ്യാം. ഇതൊന്നും ഖുർആനിലും ഹദീസിലൊന്നും പറയരുതിട്ട്, ഞാൻ ഒരു വഴി പറഞ്ഞുതരാണ്. എന്നിട്ട് നിങ്ങളുടെ റൂമിൻ്റെ മുമ്പിൽ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് വെക്കുക. രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിങ്ങനെ തിരുമ്മിട്ട് നോക്കുമ്പോൾ എൻ്റെ മദീന യാത്ര, മദീന എപ്പോഴും ഇങ്ങനെ കാണണം. എന്നിട്ട് നിങ്ങൾ ഷർട്ട് കഴിക്കുമ്പോൾ വീഴുന്ന ചില്ലറ പൈസ ഉണ്ടല്ലോ, ഷർട്ട് നമ്മളെ മാറ്റി വെക്കുമ്പോൾ ചിലപ്പോൾ പേരക്കുട്ടികൾ എടുക്കുന്ന ചില്ലറ പൈസ, അപ്പോൾ അങ്ങനത്തെ ചില്ലറ പൈസ എല്ലാം ഉണ്ടാവും. വീഴുന്ന ചില്ലറ പൈസ, ചെറിയ പൈസ, അതൊക്കെ കുറച്ചിടുക. ഇതെന്നിട്ട് ചിന്തിക്കുക, ഇതെൻ്റെ മദീന യാത്രക്കുള്ള ഫണ്ടാണ്. ഈ ഫണ്ടിൽ ഞാൻ മദീനത്ത് പോവും. 2 കാര്യം ഇതുകൊണ്ട് കിട്ടും. ഒന്ന്, മദീനയെ ഓർക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. 2, മദീനയെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, ഹബീബിലേക്ക് മദീനയിലേക്ക് ചേരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടത് മാറും. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പല ആളുകൾ അങ്ങനെ ചെയ്തു, ഒരുപാട് ആളുകൾ ചെയ്തു, മദീനത്തേക്ക് എത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മയും എത്തിച്ചു തരട്ടെ. അപ്പോൾ ഒന്നാമത്തെ ഹോംവർക്കാണ് പറഞ്ഞത്, ഇത് ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യും. കുറേ ചെയ്യും, നമ്മൾ കുറേ ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് 6 മാസത്തെ അവധിയാണ് വെച്ചത്. ഇത് ഇൻഷാ അല്ലാഹ് അല്ല ഇവിടെ പറയണ്ടേ. ഇവിടെ നാളെ തന്നെ, ഇവിടെ അടുത്ത് തന്നെ ടൗൺ ഉണ്ടല്ലോ, കിട്ടൂല ഡബ്ബി, എവിടെ പോയാലും കിട്ടും. ആ നാളെ തന്നെ ഞാനത് വാങ്ങും. നാളെ ബുറുദയുടെ സദസ്സിലേക്ക് വരുമ്പോൾ സദസ്സിൽ തന്നെ ഒരു 10 റുപ്യൊക്കെ മന്ത്രിച്ചിട്ട് ഞാൻ അതിലിടും എന്ന് പറയാൻ, ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് ശ്രമിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആൾക്കാർ ഈ സദസ്സിലുണ്ടെന്ന് കാണട്ടെ, ഒന്ന് കൈപൊക്കിയാട്ടെ. ഇൻഷാ അല്ലാഹ് പറയാൻ, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഉസ്താദ്മാർ കാണുന്നുണ്ട് ആരൊക്കെയാണെന്നുള്ളത്. യൂസുഫ് കവിന് പ്രത്യേക കഴിവുണ്ട് നോട്ടാക്കിയിട്ട് പിടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല നമ്മെ മദീനയിലേക്ക് ചേർത്തു തരട്ടെ. പിന്നെ രണ്ടാമതൊരു കാര്യം, നിങ്ങളുടെ വീട്ടിലൊക്കെ TV ഉണ്ടോ? ഇല്ല. ഈ നാട്ടിൽ തന്നെ TV ഇല്ല? അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. എന്നാൽ പിന്നെ നമുക്ക് ഗിന്നസ് ബുക്കിൽ കൊടുക്കേണ്ടി വരും, TV ഇല്ലാത്ത നാട് എന്ന് പറഞ്ഞിട്ട്. TV ഉണ്ട്, ഒട്ടുമിക്ക വീട്ടിലും TV ഇല്ലേ? ഉണ്ട്. TV ഓൺ ചെയ്യാറുണ്ടല്ലോ, ഷോക്കേസിൽ വെച്ചതല്ലല്ലോ. അല്ല, മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിൽ എൻ്റെ വീട്ടിൽ ഞാൻ TV ഓൺ ചെയ്യൂല. മഗ്രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ 1.5 മണിക്കൂർ സമയമുള്ളത്. 1.5 മണിക്കൂർ മാക്സിമം പോയാൽ 1.5 മണിക്കൂർ, അത്ര തന്നെ. അതിൻ്റെ അടുത്ത് ബാക്കിയുള്ള സമയത്തൊക്കെ TV നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം ഭയങ്കര പേടിയാണ്. ഇതിപ്പം മുണ്ടിയാൽ പിന്നെ ഞാൻ എത്തുന്നാണ്ട് പിന്നെ വാട്സപ്പിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 1.5 മണിക്കൂർ സമയം
എനിക്ക് റസൂലുള്ളാനെ വേണം എന്ന് പറഞ്ഞേ. എനിക്ക് റസൂലുള്ളാനെ വേണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ റസൂലുള്ളാഹിക്ക് വേണ്ടി ഈ റബീഉൽ അവ്വലിൽ എൻ്റെ ഗിഫ്റ്റായിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. 1.5 മണിക്കൂർ സമയമെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ TV ഓൺ ചെയ്യൂല. ഇനി മംഗലാപുരത്ത് പുതിയ ഫ്ലൈറ്റ് വീണാലും ശരി, അള്ളാഹ് കാക്കട്ടെ, ഞാൻ ഓൺ ചെയ്യൂല എന്ന് പറയാൻ പെണ്ണുങ്ങൾ ചിലപ്പോൾ ചൂടാന്നുണ്ടാവും. ബരി നിങ്ങോ, അതെല്ലാം കൈയും പൊന്തിച്ചിട്ട് വരി, ഞാനിവിടെ കത്തിയും പൊന്തിച്ചിട്ട് ചെരാപ്പലും പൊന്തിച്ചിട്ട് നിൽക്കുന്നതെന്ന് അവർ പറയും. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങളെ സ്വർഗത്തിൽ നിങ്ങളെ കൂടെ വേണോ? നിങ്ങളെ ഭാര്യ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ വേണോ? നിങ്ങളെ ഉമ്മാന നിങ്ങളെ കൂടെ സ്വർഗത്തിൽ വേണോ? നിങ്ങളെ മക്കളെ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ വേണോ? അപ്പൊ ഓരെന്തും പറഞ്ഞോട്ടെ, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. എൻ്റെ വീട്ടിൽ ഞാൻ ഓൺ ചെയ്യാൻ വിടൂല. ഇത് ഫസ്റ്റിന്റെ നേതൃത്വം കൊടുക്കുന്നതായിരിക്കും ഉപ്പാപ്പായിരിക്കും. വയസ്സ് 90 ഉപ്പാപ്പ വന്നിട്ട് കേൾക്കുന്നത് എന്തായാലും അബ്ബാ ഓ ചത്ത ആര് ഓളെ മരുമോളെ കുറിച്ചല്ലേ പറയുന്നത്, ആക്ട്രസിനെ കുറിച്ച്. അവർക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. ജമാഅത്ത് ഇമാം ഉപ്പാപ്പയാണ് ഈ കാണുന്നതിൻ്റെ. അതിൽ ജമാഅത്ത് മുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാണ്, അള്ളാഹു കാക്കട്ടെ. അപ്പം അതുകൊണ്ട് ഈ ഒരു 1.5 മണിക്കൂർ റസൂലുള്ളാഹിക്ക് വേണ്ടി ഈ നാടിൻ്റെ ബറക്കത്ത് മാനിച്ച് എത്ര പേർക്ക് പറ്റും? 1.5 മണിക്കൂർ സമയമാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാമത്തെ ഹോംവർക്ക് ആർക്കൊക്കെ പറ്റും? പോരാ, എന്ത് ധൈര്യല്ലേ, റസൂലുള്ളാഹിനെ വേണ്ടേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ്. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. ഉറക്കെ إننا نرجو إلى كأس حوضك للعطش يوم نشر كتابيا سيدي خير النبي يا سيدي خير النبي الصلاة على النبي. അല്ലാഹു തആല നമുക്കെല്ലാം ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാനൊരു ഉറപ്പ് പറയാണ്. നമ്മളെ ഖൽബിൽ അന്യ പെണ്ണുണ്ടെങ്കിൽ ഉള്ളത് പറയാം. വേണമെങ്കിൽ യൂസുഫ് സഖാഫിയോട് ചോദിച്ചോ, റസൂലുള്ള നമ്മളെ ഖൽബിലേക്ക് വരൂല, ഷുവറാണ്. എൻ്റെ വാട്സപ്പ് കോണ്ടാക്ട് ലിസ്റ്റിൽ അന്യ പെണ്ണുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ കിട്ടൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ചാറ്റിങ്ങിൽ അന്യ പെണ്ണിന് സ്ഥാനമുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ കിട്ടൂല. യു ഹാവ് ടു ഡിസൈഡ്. നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് നബീസയാണോ വേണ്ടത്, മുത്തുനബിയാ വേണ്ടത്? എനിക്ക് ഫാത്തിമയാണോ വേണ്ടത്, മുത്തുനബിയാ വേണ്ടത്? എനിക്ക് ഖദീജയാണോ വേണ്ടത്, മുത്തുനബിയാ വേണ്ടത്? നിങ്ങൾക്ക് ഓളെ വേണമെങ്കിൽ ഓളെ ചിരി വേണം, പൊയ്ക്കോ, ഓളൊന്നിച്ച് പൊയ്ക്കോ. ഈ ചിരി കിട്ടൂല. ഇത് മായാത്ത ചിരിയാണ്, ഇത് മങ്ങാത്ത ചിരിയാണ്, ഇത് കിട്ടൂല. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അന്യ പെണ്ണിനോടുള്ള ബന്ധങ്ങൾ അതൊരു ഹരമായി, അതൊരു വൃത്തികേടായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്നത് ഇൻഷാ അല്ലാഹ്, അത് ഞാൻ കൈവെക്കാനൊന്നും പറയുന്നില്ല. നിങ്ങളൊരു ഇൻഷാ അല്ലാഹ് എൻ്റെ മനസ്സിൽ അന്യ പെണ്ണിനോട് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും, എൻ്റെ ഹബീബിനെ ഞാൻ സേവ് ചെയ്യും എന്ന് പറയാൻ, ഒരു ഇൻഷാ അല്ലാഹ് മനസ്സ് തട്ടി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വയസ്സന്മാരൊന്നും പറയണ്ട, ഞാൻ ചെറുപ്പക്കാരോടാ പറഞ്ഞത്. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇൻഷാ അല്ലാഹ് പറയാനും കൂടെ ധൈര്യമില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ നാലാമത്തൊരു കാര്യം കൂടെ പറയാൻ, നമ്മുടെ ഈ പരിപാടി അല്ലാഹു വിജയിപ്പിച്ച് തരട്ടെ. ഞാൻ നിങ്ങളോടൊരു സംഭാവന ചോദിക്കണം. ഇല്ലാത്തൊരു തരണ്ട. ഇനി ചോദിച്ചു എന്നുള്ള ബേജാർ നിങ്ങൾക്ക് വേണം, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യത്തിന് ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ടാവില്ലേ? എന്തൊക്കെയാ പറയല്? ഈമാൻ സലാമത്താവാൻ പറയലുണ്ട് ഇല്ലേ? പറയലില്ലേ? മക്കൾ നന്നാകാൻ വേണ്ടി പറയല്ലേ? കച്ചവടം ശരിയാകാൻ വേണ്ടി പറയല്ലേ? പിന്നെന്തിനൊക്കെ പറയല്ലേ? കടം വീടി കിട്ടാനൊക്കെ പറയല്ലേ? ഞാൻ എനിക്ക് റസൂലുള്ളാഹിനെ കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് സംഭാവന എന്താ പറയുക? ജീവിതത്തിൽ അങ്ങനെ സംഭാവന കൊടുത്തവരാരെങ്കിലും ഉണ്ടോ? ഇപ്പം ഇവിടെ ലിസ്റ്റ് എടുത്താൽ പലരും കാണും. ബേജാറ് തീരാൻ, സങ്കടം തീരാൻ. ഈമാൻ സലാമത്ത് നല്ല കാര്യം തന്നെ, മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് റസൂലുള്ളാഹിനെ കാണണം, അതിനെൻ്റെ വകിത്ര പൈസ എന്ന് കൊടുത്ത അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തി ആരെങ്കിലും ഇതിലുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ?
ഉണ്ടോ? എല്ലാവരുടെ കാര്യം അങ്ങനെ ഒരാൾ പറയല് ഉണ്ടോ? ഇല്ല. ഞാൻ ഇൻഷാ അല്ലാഹ് അതിനൊരു അവസരം തരികയാണ്. ഇത് പറയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് ഇയാൾ പുതിയ ട്രിക്കായിട്ട് വന്നിനബ്ബാ? ആഹാ, ആയിക്കോട്ടെ, ഞാൻ എടുത്ത ട്രിക്ക് ആയിക്കോട്ടെ. പൈസ കൊടുക്കണത് നിങ്ങളല്ലേ, നിങ്ങളെ കൽബല്ലേ. എൻ്റെ ട്രിക്കായാലും നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ കൊടുക്കുന്നത് എനിക്ക് ഹബീബിനെ കാണണമെന്ന് വിചാരിച്ചാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ഈ പരിപാടി എപ്പോഴാണ് തീരാ? ഞായറാഴ്ച മുമ്പ് തന്നെ തരണമെന്നില്ലല്ലോ. ഞായറാഴ്ച മുമ്പ് കിട്ടിയാൽ ഇത് എൻ്റെ വക കേട്ടോ. ഇവിടേക്കുള്ള പിരിവിന് ശേഷം വേറെ ചോദിക്കും. ഞാൻ ഇതിന് ചോദിക്കുന്നത് 1000 രൂപ ഇൻഷാ അല്ലാഹ് എനിക്ക് എൻ്റെ ഹബീബിനെ